ഹായ് ഓൾ, ഞാൻ ഗിൽസി. ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് നോൺ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റ്സ്. ഫസ്റ്റ് നമുക്ക് എന്താണ് നോൺ ബോണ്ടിങ് എന്ന് നോക്കാം. When a s orbital combines with a p orbital which is perpendicular to the axis of one molecule, the net effect is non-bonding. അതായത് ഒരു പി ഓർബിറ്റലും ഒരു എസ് ഓർബിറ്റലായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അതൊരു മോളിക്യൂളിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ ഇഫക്റ്റിനെ നമ്മൾ നോൺ ബോണ്ടിങ് എന്ന് പറയും. Since the stabilization from overlapping between positive regions of the atomic orbital is exactly cancelled by an equal amount of overlapping between positive and negative regions of the atomic orbital, the molecular orbitals formed are referred as non-bonding molecular orbital. അതായത് ഒരു അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ പോസിറ്റീവ് റീജിയൻസും പോസിറ്റീവ് നെഗറ്റീവ് റീജിയൻസും തമ്മിൽ ഓവർലാപ്പ് ചെയ്ത എമൗണ്ട് ഈക്വൽ ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോവും. അങ്ങനെ കിട്ടുന്ന ഫോം ചെയ്യുന്ന മോളിക്കുലർ ഓർബിറ്റൽസിനെ നോൺ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റ്സ് എന്ന് പറയും. ഇനി നമുക്ക് എനർജി ഓർഡർ ഓഫ് എംഒസ് നോക്കാം. ഫസ്റ്റ് നോക്കാം ദ ഓർഡർ ഓഫ് എനർജി ഓഫ് ദ എംഒസ് അപ് ടു നൈട്രജൻ വരെയുള്ള മോളിക്യൂൾസിൻ്റെ എനർജിയുടെ ഓർഡർ സിഗ്മ 1, സിഗ്മ സ്റ്റാർ 1, സിഗ്മ 2, സിഗ്മ സ്റ്റാർ 2s, പൈ 2p h, പൈ 2py, സിഗ്മ 2pz, പൈ സ്റ്റാർ 2p h, പൈ സ്റ്റാർ 2py, സിഗ്മ സ്റ്റാർ 2pz. ഇത് വാലിഡാവുന്ന മോളിക്യൂൾസാണ്. നൈട്രജൻ്റെ താഴെ കിടക്കുന്ന B2, കാർബൺ, നൈട്രജൻ, കാർബൺ മോണോക്സൈഡ് അതായത് CO, ഇതിനൊക്കെ ഈ ഓർഡറാണ് വാലിഡാവുക. നെക്സ്റ്റ് നമുക്ക് ദ ഓർഡർ ഓഫ് എനർജി ഓഫ് ദ എംഒസ് ഫോർ ദ അറ്റോമിക് മോളിക്യൂൾസ് അതായത് ഗ്രേറ്റർ ദാൻ നൈട്രജൻ്റെ നോക്കാം. സിഗ്മ 1, സിഗ്മ സ്റ്റാർ 1, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, സിഗ്മ 2pz, പൈ 2p h, പൈ 2py, പൈ സ്റ്റാർ 2p h, പൈ സ്റ്റാർ 2py, സിഗ്മ സ്റ്റാർ 2pz. ഇത് വാലിഡാവുന്ന മോളിക്യൂൾസ് O2, F2, NO ഇതിനൊക്കെ ഇതാണ് വാലിഡാവുക. ഇതിൻ്റെ പിക്ചർ പേജ് നമ്പർ 140 ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നെക്സ്റ്റ് നമുക്ക് ബോണ്ട് ഓർഡർ ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് ടു ബോണ്ട് സ്ട്രെങ്ത് ആൻഡ് ബോണ്ട് ലെങ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്താണ് ബോണ്ട് ഓർഡർ നോക്കാം. Bond order of a molecule is defined as half of the difference between the number of bonding electrons Nb and the number of antibonding electrons Na. അതായത് ആൻറ്റിബോണ്ടിങ് ഇലക്ട്രോൺസിൻ്റെയും ബോണ്ടിങ് ഇലക്ട്രോൺസിൻ്റെയും തമ്മിലുള്ള നമ്പറിൻ്റെ ഡിഫറൻസിൻ്റെ ഹാഫാണ് ബോണ്ട് ഓർഡർ ഓഫ് എ മോളിക്യൂൾ. അത് കാണാനുള്ള ഇക്വേഷനാണ് ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു Nb മൈനസ് Na. Nb അറിയാം, നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ്, ആൻഡ് Na നമ്പർ ഓഫ് ആൻറ്റിബോണ്ടിങ് ഇലക്ട്രോൺസ്. ബോണ്ട് ഓർഡർ ഇൻഡിക്കേറ്റ്സ് ദ റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിൻ്റെ സ്റ്റെബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ബോണ്ട് ഓർഡറാണ്. എ മോളിക്യൂൾ വിൽ ബി സ്റ്റേബിൾ ഓൺലി ഇഫ് ഇറ്റ്സ് ബോണ്ട് ഓർഡർ ഗ്രേറ്റർ ദാൻ 0. ഒരു മോളിക്യൂൾ സ്റ്റേബിൾ ആവുക അതിൻ്റെ ബോണ്ട് ഓർഡർ 0 ഗ്രേറ്റർ ദാൻ ആവുമ്പോഴാണ്. എ മോളിക്യൂൾ വിൽ ബി അൺസ്റ്റേബിൾ വെൻ ഇറ്റ്സ് ബോണ്ട് ഓർഡർ 0 ഓർ ലെസ് ദാൻ 0 ആൻഡ് നോൺ എക്സിസ്റ്റൻറ്റ്. ഒരു മോളിക്യൂൾ അൺസ്റ്റേബിൾ ആവുക അതിൻ്റെ ബോണ്ട് ഓർഡർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ നോൺ എക്സിസ്റ്റൻ്റ് എന്ന് പറയാം. The bond order is directly proportional to bond strength and inversely proportional to bond length. ബോണ്ട് ഓർഡർ ബോണ്ട് സ്ട്രെങ്ത് ആയിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് സ്ട്രെങ്ത് കൂടും, ബോണ്ട് ഓർഡർ കുറയുമ്പോൾ ബോണ്ട് സ്ട്രെങ്ത് കുറയും. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ലെങ്ത്. ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് ലെങ്ത് കുറയും, ബോണ്ട് ഓർഡർ കുറയുമ്പോൾ ബോണ്ട് ലെങ്ത് കൂടും. ബോണ്ട് ഓർഡർ ഓഫ് 1, 2, 3 implies സിംഗിൾ, ഡബിൾ ആൻഡ് ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട്. ബോണ്ട് ഓർഡർ 1 കിട്ടെങ്കിൽ അത് സിംഗിൾ കോവാലന്റ് ബോണ്ട് ആയിരിക്കും, 2 കിട്ടെങ്കിൽ അത് ഡബിൾ കോവാലന്റ് ബോണ്ട് ആയിരിക്കും, 3 കിട്ടെങ്കിൽ അത് ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട് ആയിരിക്കും. ഇതാണ് ടോപ്പിക്ക്. അപ്പോൾ ഒന്നും കൂടി പറയാം. ഫസ്റ്റ് നമ്മൾ എന്താണ് നോൺ ബോണ്ടിങ് എന്ന് കണ്ടു. When an s orbital combines with a p orbital which is perpendicular to the axis of one molecule, the net effect is non-bonding. ഒരു എസ് ഓർബിറ്റൽ പി ഓർബിറ്റലിനായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അത് ഒരു മോളിക്യൂളിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമ്മൾ അതിനെന്തെന്ന് പറയും? നോൺ ബോണ്ടിങ് എന്ന് പറയും. പിന്നെ എനർജി ഓർഡർ ഓഫ് എംഒസ് കണ്ടു അപ് ടു നൈട്രജനും ഗ്രേറ്റർ ദാൻ നൈട്രജനും. പിന്നെ ബോണ്ട് ഓർഡർ അതിൻ്റെ റിലേഷൻഷിപ്പ്, ബോണ്ട് സ്ട്രെങ്ത്തും ബോണ്ട് ലെങ്ത് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടു.
ബോണ്ട് ഓർഡർ കാണാനുള്ള ഇക്വേഷനാണ് ഹാഫ് ഇൻറ്റു NB മൈനസ് NA. NB നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ്, NA നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ്. ഇനി എപ്പോഴാണ് മോളിക്യൂൾ സ്റ്റേബിൾ ആവാന്ന് കണ്ടു, അൺസ്റ്റേബിൾ ആവാനൊക്കെ. സ്റ്റേബിൾ ആവുക ഗ്രേറ്റർ ദാൻ 0ക്കും അൺസ്റ്റേബിൾ ആവുക ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0യിലാണ്. അപ്പോൾ നമ്മൾ മോളിക്യൂളിനെ നോൺ എക്സിസ്റ്റൻ്റ് എന്ന് പറയും. ബോണ്ട് ഓർഡർ ബോണ്ട് സ്ട്രെങ്ത് ആൻഡ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണെന്നും ബോണ്ട് ലെങ്ത് ആയിട്ട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലും ആണെന്ന് കണ്ടു. ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ടോപ്പിക്ക്. എല്ലാവർക്കും ഈ ടോപ്പിക്ക് മനസ്സിലാണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.